റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. വളരെ വലിയ രീതിയിൽ പിണറായിസത്തിനെതിരെ ഒരു വ്യക്തി നടത്തിയ കുടുംബാധിപത്യ രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം, അത് കേരളത്തിൽ വിലപ്പോകില്ല എന്ന് കൃത്യമായി കേരളീയരായി, മലയാളികളായി മതേതരത്വമാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന് ഉറക്കെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. വർഗീയതയെ താലോലിച്ച് കേരളത്തിലെ മതേതര സംവിധാനത്തെ തകർക്കാൻ ഏതെങ്കിലും ഒരു വഴിക്ക്, അത് ഏത് നേതാവ് ഉദ്ദേശിച്ചാലും അത് തകർക്കപ്പെടും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ വ്യക്തിപരമായി വിലയിരുത്തുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായി ഞാൻ പറഞ്ഞു വന്ന പിണറായിസം ആ പാർട്ടിയെ തന്നെ തകർത്തു കളഞ്ഞു. എല്ലാ മേഖലകളിലും. ഇവിടെ സർവേ റിപ്പോർട്ടുകൾ വരുന്നതിന് മുമ്പ്, എക്സിറ്റ് പോൾ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തലേ ദിവസം ഞാൻ വ്യക്തിപരമായി നൽകിയ ഒരു സർവേ റിപ്പോർട്ട്, അതിൽ 86 സീറ്റിൽ UDF 100% ജയിക്കുമെന്നും 23 സീറ്റിൽ 51% സാധ്യത എന്നും പറഞ്ഞ കണക്ക് നിൽക്കുന്നു. ഏകദേശം 103 എത്തിയിരിക്കുകയാണ്. ആ 23 ചാൻസും വിജയിച്ചാൽ 107 സീറ്റുകളിൽ UDF വിജയിക്കണം. അതൊരു ഭാഗമാണ്. കേരളത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന പയ്യന്നൂരും തളിപ്പറമ്പിലും ഈ പറയുന്ന 2 പിണറായിസത്തിനെതിരെ പോരാടാൻ ഇറങ്ങിയ സഖാക്കൾ ജയിക്കുമെന്ന് ഒരാൾക്കും ഒന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായും ആ സർവേ റിപ്പോർട്ടിൽ ഞാനത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ഉടനീളം കമ്മ്യൂണിസ്റ്റുകാർ ഇതാ വോട്ട് ചെയ്യാൻ പോകുന്നു. ഈ പിണറായിയെ താഴെ ഇറക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരും ഇവിടുത്തെ നല്ലവരായ സഖാക്കളുമാണ് എന്ന് പറഞ്ഞത് അക്ഷരം പ്രതി കേരളത്തിൽ പ്രാവർത്തികമായിരിക്കുകയാണ്. അതിന് ആദ്യമായിട്ട് സർവശക്തനായ അള്ളാഹുവിനെ നന്ദി പറയാണ്. ഇവിടെ സേനാനായകൻ വെടിയേറ്റ് മരിച്ചു, പക്ഷേ യുദ്ധം ഞങ്ങൾ ജയിച്ചു. എന്നെ സംബന്ധിച്ച് ഒരു തരി ഈ വിഷയത്തിൽ ഒരു സങ്കടവും എന്നെ സംബന്ധിച്ചില്ല. ഈ കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും അതീവ സന്തുഷ്ടനായി നിൽക്കുന്ന ഒരു വ്യക്തി ഞാനായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രത്തോളം കഴിഞ്ഞ 1.5 വർഷം എന്റെ ജീവൻ, എന്റെ ജീവിതം, എന്റെ സമ്പത്ത് മുഴുവൻ എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്തിട്ടാണ് ഈ പോരാട്ടത്തിന് ഒരു ഇഞ്ച് വ്യത്യാസമില്ലാതെ, ഒരു സ്ഥലത്തും ഒരു ഗ്യാപ്പും കൊടുക്കാതെ പോരാട്ടം നടത്തിയത്. ആ പോരാട്ടത്തിൽ നന്നായിട്ട് ഞാൻ വിജയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ UDF നേതൃത്വം വിജയിക്കാൻ സാധ്യമായ ഒരു സീറ്റ് തരാൻ തയ്യാറായിട്ടും ആ സീറ്റ് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം അത് അവസാനിക്കണമെങ്കിൽ ഞാൻ തന്നെ അതിന്റെ മുന്നിൽ നിൽക്കണം. ബേപ്പൂരിൽ തന്നെ ഞാൻ മത്സരിക്കണമെന്ന് തീരുമാനിച്ചതാണ്. അതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ സന്തുഷ്ടൻ ഞാനാണ്. കാരണം ഈ പറയുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥിയെ ബേപ്പൂരിന്റെ ബൗണ്ടറിയിൽ നിന്ന് 1 ഇഞ്ച് അങ്ങോട്ട് പോകാൻ അനുവദിക്കാത്ത വിധമുള്ള പോരാട്ടം നടത്താൻ എനിക്ക് സാധിച്ചു. കോഴിക്കോട് ജില്ലയിൽ 13-ൽ 12 ഞാനൊഴികെ 12 സീറ്റും UDF ജയിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടായില്ല. അതിൽ ഞാൻ സന്തുഷ്ടനാണ്. പിന്നെ കേരളത്തിൽ ഉടനീളമുള്ള UDF പ്രവർത്തകർ അങ്ങേയറ്റം കഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഞാൻ ആദ്യം സൂചിപ്പിച്ച മതേതരത്വമാണ്. അതിന് നേതൃത്വം നൽകിയത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ്. ഒരു വർഗീയവാദിക്കും ഞാൻ കീഴടങ്ങില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വോട്ട് വേണ്ട എന്ന് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പോലും ശ്വാസമടക്കി പിടിച്ച് പരാജയപ്പെടുമെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടട്ടെ, പക്ഷേ ടീം UDF ഒരാൾക്കും ഒരു വർഗീയവാദിക്കും കീഴൊതുങ്ങില്ല എന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും അദ്ദേഹത്തിന്റെ നിലപാടും ഈ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക്, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് അദ്ദേഹം നൽകിയ ഒരു ഊർജം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന വിഷയമാണ്. എന്നെ നെഞ്ചിലേറ്റിയ UDFന്റെ പ്രവർത്തകരാണ്. ഒരു മില്ലിമീറ്ററിന് വ്യത്യാസമില്ലാതെ കഴിഞ്ഞ 3.5 മാസം രാപ്പകലില്ലാതെ എന്നോടൊപ്പം കഠിനാധ്വാനം ചെയ്തവർ ആ മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും പ്രവർത്തകരാണ്. അവരോടും കേരളത്തിലെ മുഴുവൻ UDF പ്രവർത്തകരോടും പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്ത ഇവിടുത്തെ പ്രിയപ്പെട്ട സഖാക്കളോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്.
ഉയരങ്ങളിൽ രാപ്പാർക്കാം, കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദവിസ്മയമൊരുക്കി റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്ക്വെൽ നിങ്ങൾക്ക് സമ്മാനിക്കും. കലാത്മകമായി സജ്ജീകരിച്ച 8 ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം. റോക്ക്വെൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ.